ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 95ൻ്റെ റിവ്യൂ ആണ്. ഇന്ന് ഹൗസിൽ നല്ല രസമുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അത്രയധികം സമയമൊക്കെ ആൾക്കാർ അത് കണ്ടോണ്ടിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കുറേ സമയമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് 2 കൊലയാളികൾ വരികയാണ്. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ കൂടെ, എന്നാൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കൊലപാതകങ്ങളാണ്. ജാസ്മിനും അതേപോലെ തന്നെ അർജുനും ഒക്കെ അത് ഒരു പരിധി വരെ ഗംഭീരമായിട്ട് ചെയ്തു. അർജുൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് കുറേ സമയങ്ങളിൽ പോയി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അർജുൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലല്ലാതെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആളുകളിൽ ചിലർക്ക് ഡൗട്ട് അടിച്ചു. ശ്രീധു പിന്നെ ഫുൾ ടൈം മറ്റേ അർജുൻ്റെ വലയിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ശ്രീധുവിന് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു. അർജുനെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ആ ഒരു ഫോണ് ജാസ്മിനെ ഏൽപ്പിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോൾ ജാസ്മിന് ഫോൺ കിട്ടി, ആ ഒരു ഫോണിൽ വേറെ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു വരുത്തുമായിരിക്കും. ആ ഒരു ഫോണൊക്കെ ബിഗ് ബോസ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രസമുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. ഇനി 4 ദിവസങ്ങൾ കൂടി മാത്രം ഹൗസിൽ നിന്നാൽ മതി. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കിട്ടും. കപ്പുമായിട്ട് അവർക്ക് പുറത്തുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പുറത്തുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ട കുറേയധികം ആൾക്കാർ അതിനകത്തുണ്ട്. നാളെയാണ് ദ റിയൽ ഗെയിമർ ഗബ്രി ഹൗസിലേക്ക് വരുന്നത്. പ്രേക്ഷകരുടെ വലിയ കാത്തിരിപ്പുണ്ട്. അതിപ്പോൾ ഹേറ്റേഴ്സിൻ്റെ ആണെങ്കിലും ഫാൻസിൻ്റെ ആണെങ്കിലും കാത്തിരിപ്പ് ഒരേപോലെയാണ്. ജാസ്മിൻ്റെ ഗെയിം ഈ ദിവസങ്ങളിലെങ്കിലും നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഗബ്രി വരുന്ന സമയത്ത് ചില ആളുകൾ ആരായുന്നത്. മറ്റേ മഞ്ഞ ചാനലുകാരൊക്കെ ഗബ്രിയുടെ പുറകെ നടന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ? ജാസ്മിനോട് എന്തായിരിക്കും ആദ്യം പറയുക? ജാസ്മിൻ്റെ അടുത്ത് നിൽക്കുവോ അതോ അകലത്തിൽ നിൽക്കുവോ? എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? അത് പ്രേക്ഷകർക്കും അറിയേണ്ട ചില സംഗതികളാണ്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ഇടപെടുന്നത് പോലെ ഇരിക്കും അവസാന ഘട്ടത്തിലെ ചില വോട്ടുകളും കാര്യങ്ങളൊക്കെ. ഗബ്രി പുറത്തിറങ്ങിയിട്ട് ജാസ്മിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്കാണ് പ്രതികരിച്ചത്. അകത്തും ആ ഒരു പക്വത അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. റസ്മിൻ ഇന്ന് ഹൗസിലേക്ക് വന്നിട്ട് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ എന്ന് പറയുന്ന ഒരു ഉപദേശമൊക്കെ ജാസ്മിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റസ്മിൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഇപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് റസ്മിന് വിശ്വാസമുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാം കൂടെ അങ്ങോട്ട് പറയുകയാണ് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ എന്ന് ജാസ്മിനോട്. കാരണം റസ്മിൻ്റെ ഒരു ഗെയിം അവസാന ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ ഹൗസിൽ ഒരു നോക്കുകുത്തി പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഒരു നോക്കുകുത്തിക്ക് അകത്താണ് റസ്മിൻ. ഹൗസിലുണ്ടായിരുന്ന സമയത്തും പല ആളുകൾക്കിടയിലും നോക്കുകുത്തിയായി നിന്ന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ ഒരു എൻട്രി റസ്മിന് കൊടുത്തത്. റസ്മിന് ആ ഒരു നോക്കുകുത്തി പരിപാടി തീരെ താല്പര്യമില്ല. എന്നാൽ റസ്മിൻ്റെ അനിയത്തിക്ക് നോക്കുകുത്തികളെ വല്ലാതെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം അഭിഷേകിൻ്റെ ഫാനാണ്. അഭിഷേകിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാനൊക്കെ റസ്മിനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നോക്ക് കുത്തിയായിട്ട് വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും നോക്ക് ചാരിയായിട്ട് എവിടെയെങ്കിലും ഇരുത്താനായിട്ട് പറ്റും. ഇതിനുശേഷം ജാസ്മിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന റസ്മിനെയാണ് നമ്മൾ ഹൗസിൽ കണ്ടത്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, റീ എൻട്രികൾ വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് റീതിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ പറഞ്ഞു വിട്ടത് എന്നുള്ളത്. അപ്പോൾ റസ്മിൻ ഇന്ന് കാണിച്ച ആക്ടിവിറ്റികൾ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ ഇതുകൊണ്ടൊക്കെയാണ് റസ്മിനെ പറഞ്ഞു വിട്ടത് എന്നുള്ളത്. യാതൊരുവിധ റിഗ്രറ്റും ഇല്ല. റസ്മിൻ കാര്യമായിട്ട് തന്നെ ജാസ്മിന് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. പുറത്തുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഹിൻ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ച സൂപ്പറായിട്ട് കളിക്കണം എന്നുള്ള ഒരു ഉപദേശമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ബിഗ് ബോസ് റസ്മിനെ വാൺ ചെയ്യുന്നത്. പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പിസോഡിൽ അത് കണ്ടിട്ടുണ്ടാവില്ല. ഇതിനുശേഷം ഹൗസിലേക്ക് ബിഗ് ബോസിൻ്റെ സമയത്ത് ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സീരിയലിലെ നായിക കഥാപാത്രം വരികയാണ്. നായകൻ വരുന്നുണ്ട്, കുട്ടി വരുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഇതേ സമയത്ത് അടുത്ത സീസണ് മുൻപ് ഈ സീരിയൽ ഇട്ട് കൊടുത്ത് ഇനിയുള്ള ആളുകളെയൊക്കെ പരുവപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ സദാചാരവാദികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ. ഒത്തിരി അധികം ക്രിഞ്ച് കുടുംബ സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു മാറ്റമില്ലാത്തൊരു ഐറ്റമാണ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ സോങ് വിഷ്വൽ കണ്ട സമയത്ത് മനസ്സിലായി. അതിനകത്തെ വില്ലന്മാരാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇറങ്ങിയ ഒരു ചേച്ചിയും ചേട്ടനാണ് അതിനകത്തെ വില്ലന്മാർ. ബാക്കിയുള്ളതെല്ലാം കുടുംബ സ്നേഹത്തിൻ്റെ ഊഷ്മളത പങ്കുവയ്ക്കുന്ന സംഗതികളായിരിക്കും. എന്നാൽ ആ ഒരു കുടുംബത്തായിരിക്കും 100,000 പ്രശ്നങ്ങൾ. സീരിയലിലേക്ക് മാതൃകാ കുടുംബങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത കുടുംബ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മളിൽ പല ആളുകൾക്കുള്ളത്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വളരെ സമാധാനം ഉണ്ടായിരിക്കും. സീരിയലിലെ മാതൃകാ കുടുംബങ്ങളിലുള്ള സംഗതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയായി പോകും. എങ്ങനെ മനുഷ്യന്മാർ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്ന് ആലോചിച്ചു പോകും. എന്നാൽ അതാണ് മോഡൽ കുടുംബം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അടുത്ത സീസണൊക്കെ വരുന്ന സമയത്ത് വീണ്ടും ബിഗ് ബോസ് കാണാനായിട്ട് തിരികെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇവിടെ വലിയ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനുശേഷം മറ്റേ ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് അപകടകാരികളായിട്ടുള്ള 2 കൊലപാതകികൾ വന്നിരിക്കുന്നു. ഓരോ ആളുകളെയും വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. യമുന റാണിയാണ് ആദ്യം വിളിച്ചത്. യമുന റാണിക്ക് പിന്നെ നോ ഡൗട്ട് നല്ല പേടിയുണ്ട്. ജിൻഡോയ്ക്ക് പേടിയുണ്ട്, പക്ഷേ എന്നാലും വന്നാൽ ഇടിച്ചവനെ അപ്പിടിപ്പിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്.
ശ്രീരേഖയ്ക്ക് കൊലപാതകം എന്ന് പറയുന്നത് പേടിയുള്ളൊരു സംഗതിയല്ല. ഇതൊക്കെ ഒരു രസമാണ്. ശ്രീരേഖയ്ക്ക് ഇതൊക്കെ ഒരു ഫണ്ണാണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ മരിച്ചും പോയി പാവം. അഭിഷേക് ആണെങ്കിൽ ആൽഫ മുയലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊലയാളി വരുന്നതോ ഈ കൊല്ലുന്നതോ ഒന്നും അല്ല സംഭവം. തിരിച്ചിടിച്ച് മാസ് കാണിക്കണം. അപ്പോൾ അതിനുള്ള സാധ്യതകളാണ് അദ്ദേഹം ആരായുന്നത്. തിരിച്ചിടിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. പൂജ വേണമെങ്കിൽ പേടിക്കാം എന്നുള്ള ലൈനാണ്. ഋഷിക്കാണെങ്കിൽ ഋഷിയുടെ കാര്യം ഓർത്തിട്ട് പേടിയില്ല. ഋഷിയെ കൊല്ലാൻ വരുന്ന ആളുടെ കാര്യം ഓർത്തിട്ടാണ് പേടി. ഒമ്പോ ഭയങ്കരം തന്നെ. പക്ഷേ ഋഷിയായിരുന്നു പിന്നീട് CID ആയിട്ട് കേസ് അന്വേഷണത്തിന് മുൻകൈ എടുത്തത്. ഋഷി തന്നെയാണ് ഓൾമോസ്റ്റ് കൊലപാതകികളെ കണ്ടുപിടിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ജാസ്മിനെ വിളിക്കുകയാണ്. ജാസ്മിനാണ് കൊലയാളിയുടെ സഹായി എന്ന് ബിഗ് ബോസ് പറയുന്നു. കോഡ് വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റും. കൊലയാളി നിങ്ങളോട് ചോദിക്കും നിങ്ങളാണോ ബിഗ് ബോസ്? അപ്പോഴത്തേന് തിരിച്ച് മൊട്ടപപ്സാണോ എന്തോ ഒരു സാധനം തിരിച്ചു പറയണം. ഞാനത് നോട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. റസ്മിന് ഭയമില്ല. നേരിട്ട് വന്നാൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അർജുനെ വിളിക്കുകയാണ്. അർജുനാണ് കൊലയാളി എന്ന് പറയുന്നു. സഹായിയെ മറ്റേ കോഡ് വെച്ചിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അർജുന് ഒരു ഫോണും കൊടുക്കുകയുണ്ടായി. ബിഗ് ബോസ് അർജുനെ ഫോണിൽ വിളിച്ച് പറയുകയാണ് ആദ്യം ശ്രീരേഖയാണ് കൊല്ലേണ്ടത്. ശ്രീരേഖ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ റെഡി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ശ്രീരേഖയെ കൊല്ലാനായിട്ട് വലിയ ടാസ്ക് വേണ്ടി വന്നില്ല. പിന്നെ ജാസ്മിൻ അറിയാലോ, ഈ ടാസ്കിന് മുമ്പ് തന്നെ അറിയാലോ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം അറിയാലോ, ക്രൂര ചിന്താഗതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിനാണ് വളരെ ബുദ്ധിപരമായിട്ട് സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ശ്രീരേഖയുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ ശ്രീരേഖ മരിക്കും. ഈ ഒരു കൊലപാതകത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സൗഭാഗ്യം കിട്ടി. അവരെങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അവർക്ക് അറിയേണ്ടി വന്നില്ല. അവർ ദുരാത്മാക്കളായിട്ട് നടക്കുന്ന സമയത്തും എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചവർക്ക് ഭ്രാന്തായിട്ട് കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ ശ്മശാനത്തിൽ നിന്ന് കണ്ടിരുന്നു. കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും പലരെയും ഡൗട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ആരും അത്ര സീരിയസ് ആയിട്ട് ആ ഒരു ഗെയിമിനെ എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നീട് ഗെയിം ഒന്ന് ഓണായി വരികയാണ്. ശ്രീരേഖ മരിച്ചപ്പോഴത്തേന് ഗെയിം അങ്ങോട്ട് ഓണായി. മരിച്ചയാളെ വെള്ള ഉടുപ്പിടിപ്പിച്ച് സിമിത്തേരിയിൽ കൊണ്ടുപോയി കിടത്തണം. അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതിനുശേഷം കൊല്ലേണ്ട ആൾ റസ്മിനാണ്. റസ്മിനെ കൊണ്ട് അവിടെ ഇരിക്കുന്ന മഖാവോ തത്ത, ആ തത്തേനെ തൊടിയിപ്പിക്കണം. അപ്പം മഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് തത്ത എന്നാണ് പറഞ്ഞത്. അർജുൻ മഖാവ് എന്ന് പറഞ്ഞ സമയത്ത് ജാസ്മിനെ ഇങ്ങനെ അന്തം വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. റസ്മിനെ അതിൽ തൊടിയിപ്പിക്കാൻ വേണ്ടി പല കളികൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി സമയം എടുത്തായിരുന്നു. അവസാനം അർജുൻ ഒരു കളറിൽ തൊടുന്ന കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ ഒരു കളർ കളിക്കൊന്നും ആവശ്യം വന്നില്ല. ജാസ്മിൻ നൈസായിട്ട്, ജാസ്മിൻ അറിയാമല്ലോ യാതൊരുവിധ മടിയില്ലാത്ത ആളാണ്, മറ്റേ ജാസ്മിൻ നൈസായിട്ട് റസ്മിനെ അതിൽ തൊടിപ്പിച്ചിട്ട് റസ്മിന് മരിക്കുകയാണ്. ഇതിനുശേഷം CID രാംദാസ് വന്ന് 2 ആളുകളെ അന്വേഷണത്തിന് വേണ്ടി ഹൗസിൽ നിയോഗിക്കുകയാണ്. ആ 2 CIDകളാണ് ജിൻഡോയും അതേപോലെ തന്നെ ഋഷിയും. പല ആളുകളെയും താകിലും പൂകിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പൂജയൊക്കെയാണ് അവർക്ക് നല്ല ഡൗട്ട്. CIDകൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുക്കി കൊടുത്ത ഒരു മുറി ഭയങ്കര ഗംഭീരമായിരുന്നു. മറ്റേ തുപ്പരി വളർ മൂവിക്കകത്ത്, ആ മൂവി അല്ലേ, അതിനകത്ത് വിശാലിനൊക്കെ ഉണ്ടായിരുന്ന ഒരു മുറി പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ അഭിനയം മറ്റേ ദാസനും വിജയനും പോലുള്ള ഒരു അഭിനയമായിരുന്നു. പൂജ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പൂജ അങ്ങനെ സഹകരിക്കുന്നത് കൊണ്ട് തന്നെ CIDകൾക്ക് പൂജയെ നല്ല ഡൗട്ടുണ്ട്. പൂജ എന്നിട്ട് പുറത്തു പോയിരുന്ന സമയത്താണ് അഭിഷേക് പൂജയുടെ സാന്നിധ്യത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഡൗട്ട് കൂടി. പൂജ അവർ തീവ്രമായിട്ട് ഡൗട്ട് അടിക്കുകയാണ്. ജാൻമണി അഭിഷേകിൻ്റെ റോളാണ് ഈ ഒരു ടാസ്കിലുടനീളം കൈകാര്യം ചെയ്തത്. അവസാനം ഹസ്ബൻഡ് പോയതിനുള്ള കരച്ചിലും പരിപാടികളൊക്കെ നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. അഭിഷേകിന് ആ ഒരു സമയത്ത് മരിച്ചത് നന്നായി എന്നുള്ളൊരു ചിന്തയായിരിക്കും തോന്നിയത്. നെഞ്ചത്തടിച്ചിട്ടുള്ള നിലവിളിയായിരുന്നു. ഋഷിയാണെങ്കിൽ ഈ സമയത്ത് അഭിഷേക് കൂട്ടുകാരനെ ഉപദേശിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ജാൻമണി നിന്നെ വിടത്തില്ല. ഋഷി ഭയങ്കര വിറ്റാണ് കേട്ടോ. ഋഷിക്ക് ചിലരൊന്നും പിടിക്കത്തില്ല, ചില രീതികളൊന്നും പിടിക്കത്തില്ല. ഭയങ്കര കിഡിഷ് അപ്രോച്ചാണ് ഋഷിയുടെ. അനുസിബ ഇങ്ങനെ ഒരു നാക്കിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഋഷീനെ. അനുസിബ അല്ലാതെ വേറെ ഒരു മനുഷ്യനെ ഋഷിക്ക് ഹൗസിൽ വിശ്വാസമില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അവസാനം ആ ഒരു ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. അർജുനും അതേപോലെ തന്നെ ജാസ്മിനും ആണ് എന്നുള്ളത് നമ്മുടെ ഋഷി പറയുന്നുണ്ട്. പക്ഷെ അവർ എങ്ങനെയാണ് കൊന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ടാസ്ക് ഒരു തരത്തിലാണ് അവസാനിച്ചത്. പൂജയും ജാസ്മിനും അർജുനും ഒക്കെയാണ് എന്നുള്ള ഡൗട്ട് ജിൻഡോയ്ക്കുണ്ട്. അവസാനം ബിഗ് ബോസ് കൊലയാളികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയാണ്. അവർ നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്തതിനെ അഭിനന്ദിക്കുന്നുണ്ട്. പേരുകൾ പറഞ്ഞതുകൊണ്ട് CIDകളെയും അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടാസ്ക് ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹൗസിലേക്ക് പല പ്രമുഖ വ്യക്തികളും വരേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ പുറത്തുള്ള ഗെയിമുകളൊക്കെ ഇങ്ങനെ ഫയറായിട്ട് വരത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.